തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ശിഷ്യൻ ആകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതേ തുടർന്ന് ധാരാളം ക്ലാസ്സുകളും എടുത്തു. പക്ഷേ ഇപ്പോഴ് എനിക്കൊരു ഡൗട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ എത്ര പേര് ശിഷ്യനായി? കൂടാതെ യേശു തമ്പുരാൻ ഈ ശിഷ്യന്മാരോടൊരു വാചകം പറഞ്ഞു. അതാണ് നമ്മുടെ ഇന്നത്തെ വായനാഭാഗം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, അടിയങ്ങൾ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. ഇവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഇവരിൽ എത്ര പേര് ശിഷ്യരാണെന്ന് അവർ തന്നെ താനെ ഒന്ന് എവാലുവേറ്റ് ചെയ്യട്ടെ കർത്താവേ. കൂടാതെ യേശു തമ്പുരാൻ പറഞ്ഞ ക്രൂശ്, യേശുവിൻ്റെ ക്രൂശ് അല്ല കർത്താവേ. ഇവർക്കെല്ലാം അറിയാം തൻ്റെ കുരിശ്. ഇത് അവരെ കർത്താവ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രസംഗം കേട്ടു, അപ്പം തിന്നു, രോഗികളെ സൗഖ്യമാക്കുന്ന കണ്ടു. അതുകൂടാതെ ഭൂതങ്ങൾ ഇറങ്ങി ഓടുന്നതും കണ്ടു. ചിലതിൻ്റെയൊക്കെ വായിൽ നിന്ന് നൊരയൊക്കെ വന്നതൊക്കെ ദാണ്ട് എണീച്ച് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് പോകുന്നത് കണ്ടു. തരക്കേടില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരോട് യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അനുഗമിച്ചാൽ കൊള്ളാവുന്നുണ്ടില്ലയോ? പക്ഷേ മോനെ, നീ എന്നെ അനുഗമിക്കുന്നതിന് മുമ്പേ ഇത് കേൾക്ക്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 3 നേരവും ഒരു ചാക്കിലെ കൊള്ളുന്ന അത്ര തിന്നണം. ഭയങ്കര ചാപ്പാട്ട് രാമനാ. കർത്താവിന് വേണ്ടി അവൻ അതേലെ 1 സ്പൂൺ ത്യജിക്കുമോ? ഇല്ലല്ലോ. ഇവിടെ പറയുന്ന എന്തുവാ? പട്ടിണിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി സുവിശേഷ ഘോഷണം നടത്തണമെന്നാ. ആ കുരിശ് നീ എടുക്കുമോ? ഇല്ലല്ലോ. അതുകൂടാതെ രോഗവും ദുഃഖവും പീഡയും ശരീരത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ഒരു ചെറിയ രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ രോഗം എനിക്കാണ്. ദൈവം തമ്പുരാന് എത്ര തവണ ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒരൊറ്റ തവണയെങ്കിലും കേട്ടോ, ഇത് സകല മനുഷ്യരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. യേശു നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? അത് കുരിശാ മോനെ, നിൻ്റെ കുരിശാണത്. അത് എടുത്തോണ്ട്, അതായത് രോഗം സൗഖ്യമാകണ്ട, ആ കുരിശ് എടുത്ത് തോളത്ത് വെച്ചോണ്ട് നീ വാ. ഇത് രണ്ടുമാണോ? നിങ്ങൾ ആരെയെങ്കിലും ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയി, നിങ്ങൾക്ക് ദുഃഖത്തിന് കാരണമായി. മോനെ, അതൊരു കുരിശാ. എന്തിനാണെന്നറിയാമോ? ഈ ക്രൂശിനെ തരണം ചെയ്താൽ നിനക്ക് നല്ല സുന്ദരി കുട്ടി, നല്ല സ്വഭാവമുള്ള ഒരു കുഞ്ഞിനെ കിട്ടും. എടാ, ഈ കുരിശ് ചുമക്കാതെ കിട്ടുമോ? ഇല്ല. ഇതുപോലെ ഒരുപാട് സംഗതികൾ നിങ്ങൾ ത്യജിക്കാൻ തയ്യാറാകണം. അപ്പനെ, അമ്മയെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കല്യാണം കഴിച്ച് സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഭാര്യയും മക്കളെയും തെണ്ടാനങ്ങ് വിട്ടിട്ട് പോകാനാണോ പറഞ്ഞാൽ? അല്ല. വേലയെടുത്ത് അവർക്ക് കൊടുക്കണം. പക്ഷേ അവരോടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ,
ഇറ്റ് ഷുഡ് നോട്ട് ബി ടു മച്ച്. അറ്റാച്ച്മെൻറ്റ് വേണം, അതിൽ കൂടുതൽ വേണ്ട. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു, ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ വന്നു, ഹോ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, ഇങ്ങനെ പറയുന്നവൻ യേശുവിൻ്റെ പിന്നാലെ പോകണ്ട, വെറുതെ ടൈം കളയണ്ട. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് ഒരു ചെറിയ ഒരു ഉറുമ്പ് കടിച്ചാൽ ഉടനെ പറയുന്നവൻ പോകണ്ട. ഉറുമ്പല്ല, സിംഹം നിന്നെ കടിക്കും, പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. യേശു തമ്പുരാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചിരുന്നാൽ അതാണ് ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സ് ഇവിടുന്ന് അങ്ങ് ഉയരട്ടെ, യേശുവിൻ്റെ മനസ്സിനോട് താതാത്മ്യം പ്രാപിക്കട്ടെ. എന്നിട്ട് യേശുവിനോട് ചോദിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ, ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞ ചുമ്മാ എഴുന്നേറ്റ് പൊടി തട്ടിക്കുളഞ്ഞ് പോകാതെ ഞാൻ എന്തു ചെയ്യണം കർത്താവേ എന്ന് നിങ്ങൾ ചോദിക്കൂ. ആരും ചോദിക്കത്തില്ല. എന്താണെന്നറിയാമോ, നിങ്ങളുടെ കർത്താവ് ഭയങ്കര പുള്ളിയാണ്, 100,000 കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ചോദിച്ച ഉടനെ നിനക്ക് ഒരെണ്ണം തരും. അത് നിനക്ക് കുരിശ, അതുകൊണ്ട് നിനക്ക് വയ്യ. അതുകൊണ്ട് ചോദിക്കാതിരുന്നാൽ നമ്മൾ രണ്ടുപേരും അന്തസ്സുള്ളവരായിരിക്കും. അതല്ല ശിഷ്യൻ്റെ സ്വഭാവം. ശിഷ്യൻ എന്ന് പറഞ്ഞവൻ അവൻ്റെ മനസ്സ് യേശുവിൻ്റെ മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം. യേശുവിൻ്റെ മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ നടത്താനേ ഗോൽഗോഥായ്ക്ക് പകരം അതിൻ്റെ ഇപ്പുറത്തുള്ള എവിടെയെങ്കിലും ശമരിയായിലോ കാനാവിലോ അല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുരിശ് മരിച്ചാൽ മതിയോ? ഇവിടെ കുരിശ് മരിക്കാൻ ആര് പറഞ്ഞു? ക്രൂശിൽ മരിക്കേണ്ടത് നിൻ്റെയും നിൻ്റെ സന്തതിയുടെയും രക്ഷയ്ക്ക് കർത്താവായ ദൈവം, പിതാവായ ദൈവം ഒരുക്കിയ ഒരു അറേഞ്ച്മെൻറ്റാണ്. അത് നടന്നില്ലയോ? അത് നിനക്കല്ലയോ? നിനക്ക് മാത്രമാണോ? ഈ യേശു തമ്പുരാൻ മരിക്കുന്നതിന് എത്രയോ വർഷം, നോട്ട് ലെസ് ദൻ 2000 years, 2500 years ബാക്ക് നടന്ന ഒരു സംഭവമാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാം കുറച്ച് നാൾ കഴിഞ്ഞ് മരിച്ചുപോയി. അവൻ്റെ രക്ഷ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാൽവരിയിലാണ് അവൻ്റെ രക്ഷ. കാൽവരിയിലായിരുന്നു. ആദവും പാപം ചെയ്തു, അവർ പാപികളായി തീർന്നു. അവരുടെ രക്ഷ ആടിനെ അറുത്തു, അതെടുത്തു, ഇതെടുത്തതൊക്കെ ഇതെല്ലാം ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള സംഗതികളാണ്. ശരിക്കുള്ള സംഗതി ആദമിൻ്റെ പാപം പോലും നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ കാൽവരി രക്തത്താൽ നേടിയെടുത്തതാണ്. നമ്മൾ വിസ്മരിക്കരുത്. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആദമിൻ്റെ രക്ഷ പോലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുത്തത്. നിങ്ങളുടെ വൃത്തികേടുകളെല്ലാം കഴുകി മാറ്റേണ്ടത് സോപ്പും വെള്ളവും സാനിറ്റൈസറും ഒന്നും കൊണ്ടല്ല. നമ്മുടെ പാപവും നമ്മുടെ അകൃത്യവും ദൈവവും മുൻപാകെ നീതീകരിക്കപ്പെടേണ്ടതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത്. നമ്മൾ യേശുവിനോട് സ്നേഹത്തിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനിരുന്നു, 1 നേരത്തെ 2 നേരത്തെ 3 നേരത്തെ ആഹാരം അങ്ങ് പോയി, ആരും അറിഞ്ഞില്ല. നമ്മളും അറിഞ്ഞില്ല, യേശു അറിഞ്ഞില്ല. എന്താ കാര്യമെന്നറിയോ? താതാത്മ്യം പ്രാപിച്ചു. യേശുവിൻ്റെ ചിന്തയോടുകൂടി നമ്മളിരുന്നു. അതിന് പകരം ഒരു ദിവസത്തെ ഉപവാസത്തിന് നിങ്ങൾ ഇരിക്കുന്ന ഉടനെ നിങ്ങൾ കോട്ടുവായിടുന്നത് കേട്ടാലുണ്ടല്ലോ, പന്നി തോറ്റുപോകും. ഉപവാസത്തിനിരിക്കുന്നവൻ എന്തിനാടാ കോട്ടുവായിടുന്നേ? കോട്ടുവായിടുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ദഹിക്കാത്ത സാധനം വയറ്റി കിടക്കുന്നു, ഇല്ലാതെ കോട്ടുവ വരുത്തില്ല. അത് വേർ ഡിഡ് യു ലിവ് ഡ്യൂറിങ് ദി സ്പിരിറ്റ്? രാവിലെ നമ്മളിപ്പോൾ ഇത്ര മണിക്ക് തുടങ്ങിയതാണെന്ന് വെച്ചോ, അത്ര മണി മുതൽ നീ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചോ?
യേശുവിൻ്റെ ഹൃദയവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരുന്നു എങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ, നിനക്ക് വിശക്കുകയില്ല. മാത്രമല്ല, സ്വർഗീയമായ അപ്പമാണ് യേശു, ജീവൻ്റെ അപ്പമാണ് യേശു. ഒരിക്കലും ദാഹിക്കാത്ത ജീവജലമാണ് യേശു. ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ് neither you will feel hunger nor thirst, because he is the living bread and living water. നമുക്ക് അനുഭവവേദ്യമാകാതെ പോയതുകൊണ്ട് ഇതെല്ലാം തമാശയാണ്. അതുകൂടാതെ ഇതിനെ തുച്ഛീകരിക്കുന്നതിനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നിലൊരു പൊട്ട സുറിയാനി പറയുന്നതിനോ അല്ലെങ്കിൽ ഒരു മറുഭാഷ പറയുന്നതിനോ പിശാചി വരെ പ്രേരിപ്പിക്കും. രണ്ടും കുളത്തിപ്പോയി. അതല്ല വേണ്ടത്. യു ആർ സിറ്റിംഗ് വിത്ത് ജീസസ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ യു ടു ഹാവ് അനദർ ലാംഗ്വേജ്? ഞാൻ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ തൊട്ട് അങ്ങനെ കേട്ട് എൻ്റെ തൊഴിൽ അതായിരുന്നത് കൊണ്ടും അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ എന്ന് വിചാരിച്ച് ഇപ്പോഴും മലയാളം ആരെങ്കിലും പറയുന്ന ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും, തേനിലും തേൻകട്ടയിലും മധുരം. ഏത്? മലയാളത്തിലുള്ള ദൈവവചനം. നിങ്ങൾ ഏതൊക്കെ ഭാഷ പഠിച്ചിരുന്നാലും ശരി, കുഞ്ഞിലേ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചു. മലയാളത്തിലെ സഭ്യമായ ഭാഷകൾ പലതും വിദൂരമായി പോയതുകൊണ്ട് ഇംഗ്ലീഷിൽ ഞാൻ ബുക്സ് എഴുതിയെന്നുള്ളത് അത് വേറെ എൻ്റെ ഒരു പരാധീനതയാണ്. പ്രാർത്ഥിക്കാനിരിക്കുന്ന ഉടനെ നമ്മുടെ അമ്മയെടുക്ക് നമ്മൾ മറുഭാഷ പറയുമോ? നമ്മുടെ അമ്മയെടുക്ക സുർദാനി പറയുമോ? പറയും. ആരാന്നറിയാവോ? ഒരു ചെമ്മാച്ചൻ. അവൻ ഇന്നലെ പഠിച്ചു സുറിയാനി. അമ്മയുടെ നെഞ്ചത്ത് വിളമ്പാം. നോ, ഡോണ്ട് ഡു ദാറ്റ്. ദാറ്റ് ഈസ് ഓൾ അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗാഡ്. Here, the relation between mother and child is love. പാല് തന്നപ്പോൾ, കേരളത്തിലെ കുഞ്ഞിന് അമ്മ പാല് തന്നപ്പോൾ ആ പാലിൻ്റെ കൂടെ മലയാളവും തന്നു. എത്ര മനോഹരമായ ഭാഷ! നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതേ വരുത്തുള്ളൂ. ബാക്കിയൊക്കെ ഏച്ചു വെച്ചതാ. അതുകൊണ്ട് നിങ്ങൾ താതാത്മ്യം പ്രാപിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നാൽ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ലബ് ഡബ് ലബ് ഡബ് നമ്മുടേതുമായിട്ട് അലൈൻമെൻ്റ് ഉണ്ടായിരിക്കണം, ഒരു ഫ്രീക്വൻസിയിലായിരിക്കണം അത്. അപ്പോൾ യേശുമ്പരാൻ എണ്ണിച്ച് പോയോ ബ്രെഡ് തിന്നാനില്ലല്ലോ? അവിടെ തന്നെ ഇരിക്കുക. കാലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് പെരുക്കാതിരിക്കാൻ. നമ്മളും അവിടെ തന്നെ തമ്പുരാനിരിക്കുന്നത് സ്വർഗത്തിലാണ്, നമ്മളിരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലാണ്. പക്ഷേ ആ സ്വർഗവും നമ്മുടെ ബെഡ്റൂമുമായിട്ട് ഒരു ബന്ധമുണ്ട്. കാരണം അവിടെ ഇരുന്നല്ലയോ നമ്മൾ കർത്താവിനെ ട്യൂൺ ചെയ്തത്. അവിടെ അല്ലയോ നമ്മുടെ കേൾക്കാൻ കർത്താവ് വന്നത്. ഇരിക്കുന്നത് സ്വർഗത്തിലാണെങ്കിലും നിങ്ങളുടെ കേൾക്കാൻ കർത്താവ് തയ്യാറായി വന്നില്ലയോ? അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് താതാത്മ്യം പ്രാപിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ക്രൂശ് എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. അവനവൻ്റെ ക്രൂശ് വഹിക്കണം, തന്നെത്താൻ ക്രൂശ് വഹിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഈ മരക്കുരിശും യേശുവിൻ്റെ കാര്യം യേശു അല്ലല്ലോ വഹിച്ചത്, ആ കുറേനക്കാരൻ ചീമയോനല്ലായിരുന്നു. പിന്നെ ഇതെന്താ ഇങ്ങനെ പറഞ്ഞ്? ഡോണ്ട് ആർഗ്യൂ സ്റ്റുപ്പിഡ്, ഇറ്റ് ഈസ് നോട്ട് ദ വേ. നിന്നോട് പറഞ്ഞത് മരത്തിൻ്റെയും ഇരുമ്പിൻ്റെയും കുരിശിൻ്റെ കാര്യമല്ല. നിൻ്റെ ജീവിതത്തിൽ നീ തന്നെത്താനെ വരുത്തി വെച്ച ഒരുപാട് കുരിശുകളുണ്ട്. നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിവില്ലെന്നറിയാവുന്ന കണ്ടിട്ടും പോയി ബാങ്കിൽ പോയി ലോൺ എടുത്തോ. ലോണ് തിരിച്ചടക്കായിരുന്നപ്പോൾ പലിശയെല്ലാം കൂടെ വന്ന് അവർ നോട്ടീസ് അയച്ചപ്പോൾ ഒരു കുരിശായിട്ട് മാറിയോ? അതാരുണ്ടാക്കിയതാണ്? നീ തന്നെത്താനെ ഉണ്ടാക്കിയതാണ്. നീ കോപം വന്ന് എത്ര പേരെടുക്ക നീ കൈ ഉയർത്തി, അതിൻ്റെ റിപ്രക്കഷൻ നിനക്കൊരു കുരിശ.
നീ പണം വാങ്ങി തിരിച്ചു കൊടുക്കാതിരുന്നു. അത് നിനക്കൊരു കുരിശ. എന്തിന്? നമ്മുടെ വീട്ടിലെ അമ്മയോടും അപ്പനോടും നീതി പുലർത്താത്ത മോനെ, നിനക്കതൊരു കുരിശ. പ്രായമായ പെൺകുട്ടി പെര നിറഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ അങ്ങ് പറയുന്നത് നാണമില്ലയോ? അതിനെ പെര നിറഞ്ഞ് നിൽക്കുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് കെട്ടിച്ചു വിടാൻ വയ്യായിരുന്നോ? നിങ്ങളെന്ത് ചെയ്യും? നമുക്കതിനുള്ള സൗകര്യമില്ല എന്ന് സഹോദരനും അപ്പനും പറയും. അമ്മ പറയുന്നത്, എൻ്റെ അമ്മച്ചിയെ ഈ പേറും പെറുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് ചത്താ മതിയെന്നാണ് വിചാരിക്കുന്നതാണ്. ഇതെല്ലാം കള്ളസന്തതികൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങുന്നത് കൊണ്ടാണ്. കർത്താവിന് നിങ്ങളുടെ പ്രായമായ മകളെ കെട്ടിച്ചു വിടണമെന്നുണ്ട്. എന്താണ്? കർത്താവിനൊരു സ്ഥാപിത താല്പര്യമുണ്ട് അതിനകത്ത്. കാരണം ആ പൊന്നുമോള് പ്രസവിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആണായാലും പെണ്ണായാലും അതിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളാണ് നമ്മുടെ ദൈവം. ഉദരഫലം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉദരഫലം യഹോവയ്ക്ക്. നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിൻ്റെ ഉദരഫലം കർത്താവിന് വേണ്ട. എന്താണെന്നറിയാമോ? ഞാനൊരു തമാശ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ന്യായാധിപനായിരുന്നു ഇഫ്താഹ്. ഇഫ്താഹ് ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. അവൻ നിസാരന്മാരോടുകൂടെ കൂടി നടന്ന് വനാന്തരങ്ങളിൽ സമയം ചെലവഴിച്ചിരുന്നു. ഗിലെയാദിനെ ആക്രമിച്ചു. ആദ്യമേ 1-2 പ്രാവശ്യം ഇവനോട് പിണക്കിട്ടൊക്കെ വിട്ടതാണെങ്കിലും ഇവർ ഓടിച്ചെന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ തലവനായിരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തലവനാകാൻ വരുമ്പോൾ നിങ്ങൾ പറയും വേശ്യാപുത്രനാന്ന് പറഞ്ഞ് എന്നെ ആട്ടിക്കളയത്തില്ലയോ? വേശ്യാപുത്രൻ നോട്ട് ദറ്റ് പോയിൻറ്റ്. അത് കഴിഞ്ഞ് ഇവർ വന്ന് കാലെ പിടിച്ചപ്പോൾ അവൻ പോയി. അവൻ യഹോവയോട് ഒരു പ്രാർത്ഥന കഴിച്ചു, കർത്താവേ, ഈ വേശ്യാപുത്രൻ ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് യഹോവയ്ക്കുള്ളതായിരിക്കും, ആണായാലും പെണ്ണായാലും. അവൻ പോയി യുദ്ധം കലാപരമായിട്ട് അവൻ ജയിച്ചു, കാരണം ഈസ് എ വാറിയർ. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അതാ ഇറങ്ങി വരുന്നു അവൻ്റെ മകൾ തപ്പോടും കിന്നരത്തോടും കൂടി. അതല്ല ബൈബിളിലെ വാചകമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. വായിച്ച നമ്മുടെ നെഞ്ചത്തൊരിടി കൊണ്ട പോലായി. അവളോട് പറഞ്ഞതുപോലെ ചെയ്തു. അവളെ എന്ത് ചെയ്തെന്നാ? നരബലി കഴിച്ചു. അങ്ങനെയാണ് അവൻ്റെ പേര് നിലനിന്നത്. ആ പെൺകുട്ടിയും ഇന്നും ഗിലെയാദിൽ മാത്രമല്ല യെരൂശലേമിൽ ആ കന്യകയെ ഇന്നും സ്മരിക്കുന്നു. ഞാൻ പറയാമെന്ന പോയിൻ്റ് അടുത്തതാണ്. നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാതെ അവൾ പ്രസവിച്ച ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 7 തലമുറ യഹോവയുടെ ദേവാലയത്തിൽ കടക്കരുത്. നിയമമാണ്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും വരാതിരിക്കേണ്ടതിന് ഒരു ശകലമാകുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കെട്ടിച്ച് വിട്. ബെഗ് ബോറോ സ്റ്റീൽ. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ പെണ്ണിനെ കെട്ടിച്ചു വിടേണ്ടത് അതിനേക്കാൾ വലിയ മാർഗമുണ്ട്. ഒരൊറ്റ നയാ പൈസ വേണ്ട. എങ്ങനെയാ? കാലത്ത് എഴുന്നേറ്റ് കർത്താവിൻ്റെ മുൻപാകെ ആ പാദങ്ങൾ നിൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകു. കർത്താവേ, എൻ്റെ മോൾക്ക് അനുരൂപനായ ഒരു വരനെ തൃക്കൈ നീട്ടി കണ്ടുപിടിച്ച് തരണമേ എന്ന് പറ. ഒരു ദിവസമല്ല, കിട്ടുന്നിടം വരെ. കാലണ ചിലവില്ലാതെ കല്യാണം നടക്കത്തില്ലയോ? നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സില്ല. പക്ഷേ അത് ഒരു മാർഗമാണ്. പക്ഷേ നിങ്ങൾ വേണ്ട എന്താണെന്ന് വെച്ചിരുന്നാൽ, നിങ്ങൾക്ക് പറയാനുള്ള സംഗതികളും നിങ്ങളെക്കൊണ്ട് പറ്റാത്ത സംഗതികളും എല്ലാം യഹോവയുടെ സന്നിധി കൊണ്ടുവരിക എന്നാണ് പഴയ നിയമത്തിൽ. ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? യേശുവിൻ്റെ പാദത്തിൽ കൊണ്ടുവന്ന ഉടൻ തന്നെ യേശു അത് സ്വീകരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവിനോട് പറയും, ഇവന്
കൊടുത്തില്ലേ അവൻ എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കൂടിയുള്ള ഒരു സംരംഭം. ഇവരെല്ലാം കൂടെ കൂടുമ്പോഴായി ഒന്ന് അവർ തീരുമാനിച്ചു, പെൺകുട്ടിയുടെ കല്യാണം നടന്നു. നിങ്ങൾ മനസ്സ് വെക്കുമോ? നിങ്ങളെപ്പോഴും ഗ്രംബിൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ കുരിശ്, അതൊരു കുരിശാണ് കേട്ടോ. എടാ, കുരിശെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്തവനെ, ഞങ്ങൾക്കതൊരു കുരിശാണ്. കാൽവറിയിൽ മരണപ്പെട്ട കൊലമരമാണ്. പക്ഷേ അവിടെയാണ് നമുക്ക് രക്ഷയുണ്ടായത്. അവിടെയാണ് നമ്മൾ സാത്താനെ തോൽപ്പിച്ചത്. അതിനെ നിങ്ങൾ ആ അർത്ഥത്തിൽ കുരിശെന്ന് പറയരുത്. ഇവിടെ പറഞ്ഞേക്കുന്ന കുരിശെന്നുള്ളതിൻ്റെ അർത്ഥം കഷ്ടതകൾ. ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. കഷ്ടകഥകൾ ദൈവമേ എന്നെ അവകാശം തന്നെയല്ലോ എന്നാണ് ഭക്തന്മാർ പറഞ്ഞത്. നമുക്കത് അഭിമുഖീകരിക്കാനുള്ള മനസ്സോ അതിനുള്ള കരുത്തോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങ് ഒഴിവാക്കാൻ നോക്കുന്നത്. ഒരു കർത്താവിൻ്റെ ശിഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നേരെ നിന്നാൽ മതി. നേരെ നിങ്ങൾ നെഞ്ചു പിരിച്ച് നിൽക്കുക. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനം എണ്ണിയവരാരും താഴോട്ട് നോക്കിയിട്ടില്ല. പിന്നാണോ നിങ്ങൾ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ശിഷ്യൻ്റെ കടമ എന്നുള്ള നിലയിൽ ശിരസാവഹിക്കുക, നല്ലൊരു മലയാളം വാക്കാണ് ശിരസാവഹിക്കുക. ഏത്? കുരിശ്. കുരിശെന്ന് വെച്ചാൽ എന്താ? പ്രയാസങ്ങളും കഷ്ടങ്ങളും നമ്മൾ ശിരസാവഹിക്കുകയാണ് എങ്കിൽ നമ്മൾ സന്തോഷിക്കും, നമ്മുടെ കർത്താവ് സന്തോഷിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളുടെ സഭയല്ല, ഞാൻ ഒരു സഭയിലുമല്ല, ഒന്നുമല്ല. ഓരോരുത്തരും പറയും ഞങ്ങളാളാന്ന് പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ദൈവം തമ്പുരാൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യനാ. അങ്ങനൊരു സഭയുണ്ടോ? ഇല്ലല്ലോ. അതാണ് എൻ്റെ പൊസിഷൻ. അതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ശിഷ്യന്മാർ കർത്താവ് പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു പുതുമയുണ്ടാക്കി പഴയ നിയമവും അതിൻ്റെ വേണ്ടപ്പെട്ടതും എല്ലാം എടുത്തങ്ങ് എറിഞ്ഞു കളഞ്ഞു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? എൻ്റെ ക്രിസ്ത്യൻ സാൻസ് ക്രൈസ്റ്റ്, ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതിനകത്ത് 32 അധ്യായം ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് കളയാനായിരിക്കുന്നേ? കളയാനിരിക്കുന്നതെല്ലാം യേശു തമ്പുരാൻ എന്തെടുത്തത് അറിയാമോ? നല്ല വൃത്തിയായിട്ട് മിഴക്കി ഇങ്ങോട്ട് തന്നു. ഒറ്റ ഒരു വാക്കേ ഉള്ളൂ. എന്താ? വ്യഭിചാരം ചെയ്യരുത്. അതൊരു കൽപ്പന. പക്ഷേ യേശു തമ്പുരാൻ അത് എങ്ങനെ ആക്കിയതെന്നറിയാമോ? മോഹത്തോടു കൂടി പോത്തേ, നീ ഏതെങ്കിലും പെണ്ണിനെ നോക്കിയോ? നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറയാമെന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യേശുവിൻ്റെ ഹൃദയവുമായിട്ട് അടുക്കണം. എന്നിട്ട് എല്ലാ ഭാരവും നിങ്ങൾ അവൻ്റെ മേൽ വെച്ചുകൊള്ളണം. അവൻ്റെ ഹൃദയവും അവൻ്റെ മനസ്സുമായിട്ട് നിങ്ങൾ താതാത്മ്യം പ്രാപിക്കണം. അതിന് നമ്മുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മക്കളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ന് അവിടുന്ന് അറിയുന്നു. എല്ലാം മാറ്റി നല്ല സമാധാനമായ ഒരു ജീവിതം അവർക്ക് കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.